നമസ്കാരം. മണ്ടന്മാരുടെ രക്തസാക്ഷിത്വം. പിണറായിയുടെ വാടക വീട്ടിൽ ഇ ഡി റെയ്ഡ് നടന്നപ്പോൾ ആ ഇ ഡി റെയ്ഡിൽ പ്രതിഷേധിച്ച അണികളുടെ ദുരന്തം. സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്ക് ഇന്ന് സംസാരിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷിത്വ കഥയുണ്ട്. ആ കഥ പക്ഷേ നമ്മുടെ മാധ്യമലോകം മറന്നു, ചാനലുകളൊക്കെ മറന്നു. കാരണം അവർക്കൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തെ എക്സ്ക്ലൂസീവ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. പുതിയ വാർത്തകൾ വരുമ്പോൾ അതങ്ങ് ചാടിപ്പോകും. അത് പക്ഷേ ഈ മണ്ടന്മാർ മനസ്സിലാക്കൂല. അവർ കരുതുന്നത് എപ്പോഴും മാധ്യമങ്ങൾ തങ്ങളെ വീരപുരുഷന്മാരാക്കി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കും, തങ്ങളുടെ നേതാക്കൾ തങ്ങളെ സംരക്ഷിക്കും എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ചണ്ടികൾ മാത്രമാണ് ഈ അണികൾ അഥവാ അടിമക്കൂട്ടങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നത്. അവരുടെ ജീവനും ജീവിതവും തകർന്നതിന് ശേഷമായിരിക്കും. കേരളത്തിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷിത്വ കഥ ഉണ്ടാവുന്നതും അങ്ങനെ തന്നെ. ഇപ്പോൾ ഏതാണ്ട് 300ഓളം രക്തസാക്ഷികളെയാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കിയത്. അതിൽ കുറച്ചെണ്ണം ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്, കുറെ എണ്ണത്തിന് പിടികിട്ടാനുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടില് ഇ ഡി ഉദ്യോഗസ്ഥര് വീണ വിജയനെ ചോദ്യം ചെയ്യാനും റെയ്ഡ് നടത്താനും വന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ. അതെല്ലാം കഴിഞ്ഞ് അവർ തിരികെ പോകുമ്പോൾ CPM-ന്റെ അണികളെ കുറച്ചുപേരെ പാർട്ടി നേതാക്കൾ വിളിച്ചു വരുത്തിയവരുണ്ടായിരുന്നു. കുറച്ചുപേർ അവര് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ തടയുകയും മർദ്ദിക്കുകയും അവർ വന്ന കാറുകൾ അടിച്ചു പൊളിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രതിഷേധം എന്ന് അവർ പറയും. കാരണം തങ്ങളുടെ നേതാവിനെ പൂട്ടാൻ വന്ന ഗുണ്ടകളെ അവർ എന്ത് ചെയ്തു? പ്രതിഷേധിച്ചു. പക്ഷെ യഥാർത്ഥം എന്താണ്? വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് CMRL എന്ന കമ്പനി നൽകിയത് കോടികളുടെ പണം, സേവനമൊന്നും നൽകാതെ കൊടുത്തിട്ടുള്ള കുറെ പണം. അത് ഇ ഡി അന്വേഷിച്ചു. പക്ഷെ അണികൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ നേതാവിന്റെ മകളെ തുടരുത്, അതാണ് അവരുടെ മന്ത്രം എന്ന് പറയുന്നത്. അവരെ പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ കാറുകൾക്ക് നേരെ ഇഷ്ടികയും മൊട്ടയും ബ്ലോക്കും എല്ലാം പറന്നിങ്ങോട്ട് ചെന്നു. തല്ലട കൊല്ലട എന്ന് അലറി വിളിക്കുന്നുമുണ്ട്. പിന്നെ ഒരു യുദ്ധമായിരുന്നു അവിടെ. യുദ്ധം എന്ന് പറയാൻ പറ്റൂല, ഇങ്ങോട്ട് അടിച്ചാലല്ലേ യുദ്ധം എന്ന് പറയാൻ പറ്റൂ. ഏകപക്ഷീയമായിട്ടുള്ള അക്രമം പരാക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ കാരണം? മണ്ടത്തരം എന്ന് പറയുന്നത് അണികൾക്ക് ജനിതകമായി ലഭിച്ചതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കേസിൽ വീണ വിജയനാണല്ലോ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. വീണ വിജയനെ ശിക്ഷിച്ചാൽ, ഈ കേസെല്ലാം തെളിഞ്ഞ് കുറ്റമെല്ലാം തെളിഞ്ഞ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര കൊല്ലം കിട്ടും? എത്ര കൊല്ലം വീണ വിജയനകത്ത് കിടക്കും? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ അണികൾ ആരെങ്കിലും? പരമാവധി ഒരു വർഷം, പരമാവധി ഒരു വർഷം. അതിൽ കൂടുതൽ ശിക്ഷിക്കാനുള്ള വകുപ്പില്ല. ഇത്രയധികം പുകലുണ്ടാക്കുന്നെങ്കിലും, ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, ഇത്രയധികം വാർത്താ പ്രാധാന്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല. കാരണം ഒരു വർഷത്തിൽ കൂടുതൽ അകത്ത് കിടക്കില്ല. അതല്ലെങ്കിൽ 2 വർഷം ഇനി അങ്ങേറ്റം പോയാൽ മുഴുവൻ കാര്യങ്ങളും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം കിടന്നു കൂട്ട്. ഇനി ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടായെന്ന് വരില്ല. പരമാവധി ഒരു ഫൈനും കിടക്കും, അത്ര ഉണ്ടാവുള്ളൂ. കാര്യം ഒരു ഫൈൻ അടയ്ക്കുക. ഇത്രയും വിഷയങ്ങൾക്ക് കുറ്റം തെളിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു ഫൈൻ അടച്ചുകൊണ്ട് അവർ രക്ഷപ്പെടും. അതായത് പരമാവധി അവർക്ക് കിട്ടുന്നത് 1 വർഷം 2 വർഷം. ഇനി ശിക്ഷിക്കപ്പെട്ടാൽ, ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പരമാവധി 2 വർഷം. ഇനി അതിനൊന്നും സാധ്യതയില്ല. കാരണം മറ്റുള്ളവരെയൊന്നും ബാധിച്ചിട്ടില്ല. ഈ കമ്പനിയും വീണ വിജയനും തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് മാത്രമാണ്. അത് ബാക്കി സമൂഹത്തെ ഒന്നും ബാധിക്കാത്തത് കൊണ്ട് മാത്രമല്ല, അതിന് നികുതി അടച്ചിട്ടുണ്ടല്ലോ. ഇല്ലീഗലാണ് ഇടപാടെന്നുണ്ടെങ്കിലും അതൊക്കെ കൊണ്ട് തൽക്കാലം ഇത്ര ലക്ഷം രൂപ ഫൈൻ അടക്കി എന്നൊരു വിധിയെ വരാൻ സാധ്യതയുള്ളൂ. അതായത് ഒരു ദിവസം പോലും വീണ വിജയന് ജയിലിൽ കഴിയേണ്ടി വരില്ല എന്നതാണ് ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണുക. പക്ഷെ ഒരു കുറ്റം അത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും തെളിയിക്കേണ്ടതും നീ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കേണ്ടതും നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. അല്ലാതെ ഇവിടെ വീണ വിജയനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ തലകുത്തി നിർത്താൻ വേണ്ടി ആർക്കും ഉദ്ദേശമൊന്നുമില്ല. ഏതായാലും പരമാവധി ശിക്ഷ അത്ര തന്നെ ലഭിക്കുള്ളൂ. അല്ലാതെ മലമറിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം നേതാക്കളുടെ വാക്കും കേട്ട് ഈ ഇ ഡിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ആ അണികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. കോടതി പറഞ്ഞത് ഈ സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റം അല്ലെങ്കിൽ ഒരു അന്വേഷണ സ്ഥാപനത്തിന് നേരെയുള്ള, ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് നേരെയുള്ള പരാക്രമണം, കൊലപാതക ശ്രമം എന്നാണ്. അതുകൊണ്ട് ജാമ്യം മൂലം നിഷേധിച്ചിട്ട് അവിടെ ഇട്ടേക്കാണ്. അവരുടെ വീടുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്ക്. വീട്ടുകാരുടെ കണ്ണുനീരിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് പരിതാപകരമായിരിക്കും. കാരണം ആ വീടുകളുടെ അവസ്ഥ അതിനുശേഷം നമ്മുടെ എക്സ് മന്ത്രി പോയി നമ്മൾക്ക് കാണിച്ചു തന്നതാ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാം കണ്ടതാണ്. ആ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വരുമാനമുണ്ടോ? കാരണം വരുമാനം ഉണ്ടായിക്കൊണ്ടുവന്നാണ് അകത്ത് പോയി കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗമല്ലേ അവർ? അങ്ങനെ ആയിപ്പോയില്ലേ അവർ? ഇതാണ് നേതാക്കളെ വിശ്വസിച്ചിട്ട് ഇ ഡിയെ കൊല്ലാൻ ഇറങ്ങിയിട്ടുള്ള CPM അണികളുടെ അടിമകളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നേതാക്കളെ AC റൂമിൽ ഇരുന്നു കൊണ്ട് ഉത്തരവിട്ടുകൊണ്ടിരിക്കുക. മണ്ടന്മാരായിട്ടുള്ള അണികൾ അത് കേട്ടുകൊണ്ട് തെരുവിൽ ഇറങ്ങി മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കും.
പിന്നെ ജയിലിൽ പോയി രക്തസാക്ഷിയാകുകയും ചെയ്യും. നേതാക്കൾ സുരക്ഷിതമായി വീട്ടിൽ AC ഓണാക്കി അവിടെ ഇരുന്ന് ചിരിക്കും. ആലോചിച്ച് നോക്കൂ, നേതാക്കൾക്ക് എന്താ പ്രശ്നമുള്ളത്? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിണറായി വിജയന്, MB ഗോവിന്ദന്, മുഹമ്മദ് റിയാസ്, ബ്രിട്ടാസ്, റഹീം, അണികളെ വിളിച്ചിറക്കിയവരെല്ലാം, ഇവരൊക്കെ ആ പരിസരത്തുണ്ടായിരുന്നവരാണല്ലോ. അവരെല്ലാവരും സുഖമായി വീട്ടിൽ ഉറങ്ങാണ്. ഇനി ഡ്രൈവർ, സെക്യൂരിറ്റി, AC കാറുകൾ. എന്നാൽ അണികളുടെ അവസ്ഥ എന്താ? അണികള് തുമ്പില്ലാതായി. പോലീസിന്റെ ലാത്തി, കമ്പിയഴി, കോടതി നടപടികൾ, ഇങ്ങനെ ഇനിയുള്ള കാലം അങ്ങനെ പോകും. ഈ കേസ് തെളിഞ്ഞ് വിചാരണയൊക്കെ കഴിഞ്ഞ് കുറ്റവാളി അല്ല എന്ന് പറഞ്ഞ് നിരപരാധിയായിട്ട് വിടണമെന്നുണ്ടെങ്കിലും എത്ര കൊല്ലം എടുക്കും? സാധ്യത കുറവാണ്. കാര്യം വീഡിയോ തെളിവുകളുണ്ട്, അടിച്ചു പൊളിക്കുന്ന വീഡിയോ തെളിവുകളുണ്ട്. കൊലപാതക ശ്രമമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസാണ്. പെട്ടെന്നൊന്നും ഊരി വരാൻ പറ്റൂല. എന്നാലും ഏതെങ്കിലും ഒരു അണിയോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും, സഖാവേ, വർഗ സമരത്തിന്റെ ഭാഗമാണ് ഞാൻ. അടുത്ത ദിവസം ഭാര്യ മൊബൈലിൽ വിളിച്ചിട്ട് വീട്ടിൽ അരി തീർന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഈ മണ്ടത്തരത്തിന്റെ ചരിത്രം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. 10 വർഷത്തെ CPM ഭരണം കഴിഞ്ഞപ്പോ എന്താ മനസ്സിലായത്? യുവാക്കളുടെ കൂട്ടത്തോടെയുള്ള പലായനം മനസ്സിലായി, നാട് വിടുന്നത് മനസ്സിലായി, തൊഴിലില്ലായ്മ മനസ്സിലായി. ഇനി അഥവാ എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിലോ ഉള്ള തൊഴിലൊക്കെ പിൻവാതിൽ കൂടെ നിയമിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കി. ഇനി മുൻവാതിൽ കൂടി നിയമിക്കാൻ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ റാങ്ക് ലിസ്റ്റുകളുടെ തിരിമറി പുറത്തു വന്നുകൊണ്ടിരിക്കുക. സംസ്ഥാനത്തിന് മുടിഞ്ഞ കടം, അതിനു പുറമെ അഴിമതി ആരോപണങ്ങൾ. പക്ഷെ അണികൾക്ക് ഇപ്പോഴും പിണറായി സുപ്രീം എന്നൊരു ഭ്രമമാണ്. ED ഉദ്യോഗസ്ഥരും മറ്റ് അന്വേഷണ വിഭാഗങ്ങളും ഒക്കെ ഇപ്പൊ ചോദിക്കുന്നത് മലയാളത്തിലാണ്. കാരണം കേരളത്തിലാണ് സംഭവം നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഭാഷ മാറും, ഹിന്ദിയിലായിരിക്കും ചോദിക്കുക. നമ്മൾ മലയാളികൾ നമുക്ക് ഹിന്ദി വേണ്ട എന്ന് പറയുമ്പോൾ അവർ ജയിലിൽ പോയിട്ട് ഹിന്ദി കേട്ടിട്ട് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഹംകോ ടേക്സ് ഹിന്ദി നൈ മാലു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ലേലു അല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദി മാലു എന്ന് പറഞ്ഞാൽ തീരെ കാര്യമില്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതാണ് ഐറണി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ബിനീഷ് കോടിയേരി ഒരിക്കൽ പറഞ്ഞത് ഡോണ്ട് ടു ഇറ്റ്. പക്ഷെ ആരും കേട്ടില്ല. കാരണം അണികൾക്ക് നേതാക്കളുടെ വാക്ക് പോലും മനസ്സിലാകുന്നില്ല. ഒരൊറ്റ കാര്യം അവർക്ക് അറിയത്തുമില്ല. അവർക്ക് വേണ്ടത് ഒരു ആക്ഷൻ. ആ ആക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ സ്വന്തം ആ ആക്ഷന്റെ ഫലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം അത് അനുഭവിക്കുകയും വേണം. ദേശീയ തലത്തിൽ CPM എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല. ദേശീയ ജനറൽ സെക്രട്ടറിയെ പോലും ഡൽഹിയിൽ വലിച്ചടിച്ച് കാറിലിരുത്തിയ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ അണികൾക്ക് ഇപ്പോഴും വിപ്ലവം എന്ന് പറയുന്നത് ഒരു ഭ്രമമാണ്, വലിയൊരു ഭ്രമമാണ്. അതങ്ങോട്ട് വിട്ടൊഴിയുന്നില്ല. ഈ അണികളുടെ വീടുകളുടെ ദുരിതം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അമ്മമാരുടെ കണ്ണീരില് അവർക്ക് അഭിമാനമാണത്രേ. എന്റെ മോൻ EDയെ തൊട്ടതിന് ജയിലിലാണ് എന്നുണ്ടെങ്കിലും എന്റെ വീണേച്ചിക്ക് ഒന്നും ആയില്ലല്ലോ എന്നാണ് അവരുടെ ആശ്വാസം എന്നാണ് ഇവർ കരുതുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ അവർ പറയുന്നത്? കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ അഭിമാനത്തോടെ എന്റെ അച്ഛൻ EDയെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ജയിലിലാണ് എന്ന് പറയുന്നത് അണികൾക്ക് ഒരു പക്ഷെ അഭിമാനകരമായിരിക്കാം, അല്ലെ? അങ്ങനെ പറയുന്നത് കുട്ടികൾക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കുടുംബം സാമ്പത്തികമായി തകരുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? സ്വന്തം കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ? ഈ അണികൾക്ക് കഴിയുന്നുണ്ടോ? എല്ലാം പിണറായിയുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുക്കി കൊടുക്കുകയാണ്, ജയിലിൽ പോകുന്നത് അടക്കം. നേതാക്കൾക്ക് ഒരു മുടി പോലും കോട്ടം തട്ടരുത്. ഇത് CPMന്റെ യഥാർത്ഥ മുഖമാണ്. നേതാക്കള് AC ഓഫീസില്, വലിയ കാറുകളില്, വലിയ സുരക്ഷാ വലയത്തില്, അണികൾ തെരുവില്, ജയിലില്. മണ്ടത്തരം തിരിച്ചറിയാൻ വൈകുമ്പോൾ ജീവിതം തീർന്ന് ഒരുപക്ഷെ തകർന്ന് തരിപ്പണമായിരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത്ര മോശം ആശയമൊന്നുമല്ല. അതൊരു പ്രസ്ഥാനമാണ്, ഒരു മഹാപ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒട്ടും മോശക്കാരല്ല. അവർ ജനകീയരാണ്, ജനങ്ങളുടെ ഭാഗമാണ്, ജനമാണ്. പക്ഷെ നിങ്ങളുടെ നേതാക്കൾ ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് അല്ല. ഈ നേതാക്കൾ ആരും തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ പറ്റില്ല. അവർ ചതിയന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നിങ്ങളകത്തും അവർ സുഖമായി പുറത്തും. ഇനിയും ഈ ചതിയന്മാരുടെ പ്രശ്നം താങ്ങി നടക്കണോ? EDയെ ആക്രമിച്ചവരുടെ ദുരിതം ഒരു മുന്നറിയിപ്പാണ്. മണ്ടത്തരം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ജയിലിലെ സെല്ലുകൾ ഇനിയും കൂടുതൽ നിറഞ്ഞു വരും. നേതാക്കൾ AC-യിൽ തന്നെ ഇരിക്കും. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കമന്റ് ബോക്സിൽ എന്നെ തെറി വിളിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചു. Different angles. Don't forget to subscribe and support this channel.